ഇന്ന് നമ്മൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ടെറാക്കോട്ട ജ്വല്ലറി മേക്കിംഗ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു മിനി മൗസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കുറച്ച് ഇതുപോലത്തെ ചെയ്യാൻ പറ്റിയ ഡിസൈൻസും കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ഇത് കാർവിംഗ് ആണ് കേട്ടോ. ഇത് കാർവിംഗ് അല്ല നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് കണ്ടാൽ അറിയാം നിങ്ങൾക്ക്. ഇത് കണ്ടോ, കാർവിംഗ് ആയതുകൊണ്ട് ഇതിൻ്റെ ഹെയർസ് ഒക്കെ നമുക്ക് ആ ഒരു എംബോസ് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു എഫക്റ്റ് ഉണ്ട്, നമ്മൾ കാർവ് ചെയ്തെടുത്തതായതുകൊണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് ഈ ഒരു മെത്തേഡ് അല്ല, പക്ഷെ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന മെത്തേഡ് വെച്ചിട്ടും നമുക്ക് ഈ ഒരു പാറ്റേൺ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ട് ഞാൻ രണ്ടിനും ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫോട്ടോ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് അഡ്വാൻസ് കോഴ്സസിൽ നമുക്ക് കാർവിംഗ് ഒക്കെ പഠിക്കാം. ഈ ഒരു മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത്. ജസ്റ്റ് കട്ട് ആൻഡ് ഡിസൈൻ മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. കണ്ടോ, നേരത്തെ കാണിച്ച അതിൻ്റെയും ഇതിൻ്റെയും ഡിഫറൻസ് കണ്ടോ. ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ അതിലൊരു ഡ്രോയിങ് പോലെ കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇതിൽ നമുക്ക് കാർവിംഗ് ചെയ്ത പോലെയാണ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് കട്ട് ആൻഡ് ഡ്രോയിങ് മെത്തേഡാണ്. അപ്പോൾ ഈ പാറ്റേൺ ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ഈ കാണിക്കുന്ന പിക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് കട്ട് ആൻഡ് ഡ്രോയിങ് മെത്തേഡിലൂടെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പാറ്റേൺസ് ഒക്കെ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ലുലു കിറ്റി അതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബോയ്സിനാണെങ്കിൽ അവരുടേതായ ഇതുകളൊക്കെ ചെയ്ത് കൊടുക്കാം. മിക്കി മൗസ്, സ്പൈഡർമാൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഈ ഒരു സമയത്ത് ഞാനും മോന് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കട്ട് ആൻഡ് ഡ്രോയിങ് മെത്തേഡ് എന്താ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ സാധാരണ പോലെ സ്ലാബ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഒരു പാറ്റേൺ, നമ്മൾ ചെയ്യാൻ പോകുന്ന പാറ്റേൺ നമ്മൾ ഡ്രോ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫേസുകൾ എല്ലാതും നമുക്കൊന്ന് കളർ ചെയ്യണമെങ്കിൽ അങ്ങനെ എന്താണെങ്കിൽ ചെയ്തിട്ട് ഒന്ന് വരച്ചൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കണമെങ്കിൽ പ്രിൻ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ഒരു പെൻഡൻറ്റിൻ്റെ സൈസിന് പ്രിൻ്റ് എടുത്താൽ മതി. എന്നിട്ട് ആ ഒരു പാറ്റേൺ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഔട്ട്ലൈൻ ഒരു ടൂത്ത് പിഗ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കും. അതിനുശേഷം ആ ടൂത്ത് പിഗ് ഫുൾ വരച്ചതിന് ശേഷം താഴ്ത്തിയിട്ട് ഇങ്ങനെ നന്നായിട്ട് എടുത്തു കൊടുക്കും. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത പോലെയാവും. അപ്പോൾ ഈ ഔട്ടർ ലൈൻ നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ കൈ ഒന്ന് വെള്ളം നനച്ച് റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഷേപ്പ് ഒന്ന് കറക്റ്റാക്കി കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചില്ല, ആ സെയിം മെത്തേഡാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലത്തെ ഡിസൈൻസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഡിസൈൻസ് ഒക്കെ നമ്മൾ ഇപ്പോൾ ഒരു ട്രേസ് ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കും, അതേപോലെ പതുക്കെ നമ്മൾ ടൂത്ത് പിഗ് യൂസ് ചെയ്തിട്ട് തന്നെ അതിലത്തെ ഉള്ളിലത്തെ ഓരോ ഡിസൈൻസും നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സിംഗിളായിട്ട് ഡിസൈൻസ് ഫുൾ വരച്ചു കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം പതുക്കെ ടൂത്ത് പിഗ് വെച്ചിട്ട് ഒന്ന് പൊന്തിച്ചിട്ട് നമുക്ക് ആ ഒരു പേപ്പർ മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചെറിയ ഡ്രോയിങ്സ് അതിൽ വന്നിട്ടുണ്ടായിരിക്കും. ഇത് നമ്മൾ നമ്മുടെ ടൂത്ത് പിഗ് വെച്ചിട്ട് ഒന്നും കൂടെ ഡീപ്പാക്കി കൊടുക്കുക കേട്ടോ. സൈഡുകളൊക്കെ നല്ല കറക്റ്റ് പെർഫെക്ഷൻ ആയിട്ടില്ലെങ്കിൽ എഗെയിൻ നിങ്ങൾ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ നമ്മൾ വീണ്ടും ടൂത്ത് പിഗ് വെച്ച് വരച്ചിട്ട് ഇംപ്രഷൻസ് പോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ നേരത്തേക്ക് ഇംപ്രഷൻസ് പറഞ്ഞല്ലോ, അതേ മെത്തേഡിൽ ഇതിനൊന്നും കൂടെ ഡീപ്പായിട്ട് കൊടുക്കുക കേട്ടോ. നല്ല സ്മൂത്തായിട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ അതെല്ലാതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഐപ്പിൻ വെക്കുമല്ലോ, അതുപോലെ ഐപ്പിൻ ഹോൾഡർ ഐപ്പിൻ അല്ലെങ്കിൽ യൂപ്പിൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തോട്ട് എടുക്കരുത് കേട്ടോ. നിങ്ങൾ വെച്ച അതേ ഇതിൽ തന്നെ നിങ്ങൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഉണങ്ങാൻ വേണ്ടി വെക്കുക. നമ്മൾ ഇനിയുള്ള പ്രോസസ്സൊക്കെ സെയിം. ഉണങ്ങി കഴിയുമ്പോൾ പെയിൻറ് ചെയ്ത് കൊടുക്കുക. ഓരോ സിംഗിൾ കളേഴ്സും കൊടുത്ത് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓരോന്നും ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ മാർക്കിങ്സ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, കണ്ണ്, ചെവി, നോസ് അതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ആദ്യം ആ ലൈൻസിൽ ഫുൾ ഒരു ബ്ലാക്ക് ലൈൻസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതൊന്ന് കുറച്ച് ഡീപ്പായിട്ടാണ് നമ്മൾ ഇതൊക്കെ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കളേഴ്സ് ബ്ലാക്ക് കൊടുക്കാം. ബ്ലാക്ക് കൊടുത്തതിന് ശേഷം പിന്നെ ഓരോ കളേഴ്സായിട്ട് നിങ്ങൾ കൊടുക്കുക കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ആണ് എപ്പോഴും ഒരു ഔട്ട്ലൈൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കളറിൻ്റെ ഒരു സെപ്പറേഷൻ എടുത്ത് കാണിക്കാനായിട്ട് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ പോലെ 24 hours ഉണങ്ങി കഴിഞ്ഞിട്ട് ഡ്രൈ ആയതിനു ശേഷം ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത്. ഓക്കെ, അപ്പോൾ അത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ഇരിക്കുക കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.